നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ഉള്ളിൽ തട്ടുന്നൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞു. മനുഷ്യൻ ഇത്രയും ആക്രാന്തമാകാമോ എന്ന രീതിയിൽ തന്നെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. PSC പെൻഷൻ വർധനയിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് 24നോട് ഈ കാര്യം തുറന്നു പറഞ്ഞത്. കോടതി വിധിയിൽ അപ്പീൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. PSC പെൻഷൻ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ്. അത്യാഗ്രഹത്തോടെ കോടതിയിൽ പോകുന്നത് ശരിയല്ല. ഉയർന്ന നിലയിൽ പണം കിട്ടുന്ന ആളുകളാണ് വീണ്ടും കോടതിയിൽ പോയതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഈ PSCയുടെ സർവീസും കൂടി അയാളുടെ സർവീസായിട്ട് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഒരു കാര്യം വന്ന് ഞങ്ങൾ തീരുമാനിച്ചാണോ? ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഒബ്ജക്റ്റ് ചെയ്തു, കോടതി ഇന്ന് വിധി വന്നു, അങ്ങനെയാണ് കൊടുത്തത്. നമ്മളൊന്നും ഇത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഇങ്ങനെ വ്യക്തിപരമായി ഈ കേസിന് പോകുന്ന ആളുകളും ഒരു ലെവലിനപ്പുറം പണം കിട്ടുന്നവരും പിന്നെയും അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയി ഗ്രീഡി ആയിട്ട് പോകുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഇതെൻ്റെ അഭിപ്രായം. എവിടെ പറഞ്ഞാലും വിവാദം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം പറയുകയാണ്, അത്രയും കിട്ടുന്ന ആൾ പിന്നെ കോടതിയിൽ പോയിട്ട് വീണ്ടും മേടിക്കാൻ നിൽക്കുകയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ കോടതിയിൽ നിന്ന് ഒരു കാര്യം വന്ന് ഇതിനകത്തിന് അപ്പീലിനും സ്കോപ്പില്ല, ഗവൺമെൻറ് കണ്ടംപ്റ്റിന് പിന്നെ വിധേയമാണെന്ന് വരുമ്പം കൊടുക്കുന്നതും മറ്റും തമ്മിൽ ഒരുപോലല്ല. പെൻഷൻ വർദ്ധിപ്പിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. കോടതി വിധി കൊണ്ടാണ് ഇങ്ങനെ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടി വന്നത്. വലിയൊരു തുകയാണ് വർദ്ധിപ്പിച്ചു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KN ബാലഗോപാലിന് മന്ത്രി എന്ന നിലയിൽ അതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. പക്ഷേ അപ്പീൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. എന്ത് സാഹചര്യത്തെക്കുറിച്ചാണ് മന്ത്രി പറയുന്നത്? ഗുഡ് ഈവനിങ് SK. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത 24 ആണ്. ആ ഉത്തരവ് 24 ആണ് പുറത്തുവിട്ടത്. ഒരു മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരായ ശേഷം PSC അംഗങ്ങളാവുന്നവർക്ക് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ സർക്കാർ പെൻഷനും PSC പെൻഷനും നൽകാം എന്നുള്ള ഉത്തരവായിരുന്നു സർക്കാർ ഇറക്കിയത്. പക്ഷേ ഇതിൽ കോടതി ഉത്തരവ്, അതായത് ഈ 3 മുൻ PSC അംഗങ്ങൾ, അതായത് ഒന്ന് P ജമീല, ഒരു ഡോക്ടർ ഗ്രീഷ്മ മാത്യു, ഡോക്ടർ K ഉഷ എന്നിവരാണ് തങ്ങൾക്ക് പെൻഷൻ, സർക്കാർ പെൻഷനും PSC പെൻഷനും സർക്കാർ സർവീസ് കൂടി കണക്കാക്കി പെൻഷൻ അനുവദിക്കണം എന്നുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. ആദ്യം സർക്കാരിനെയാണ് ഇവർ സമീപിക്കുന്നത്. ഇവർ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക്, കാരണം ഇവർ മുൻകാലങ്ങളിൽ PSC അംഗമായി വിരമിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ യോഗ്യതയുണ്ടായിരുന്നുള്ളൂ. അത് സർവീസ് പെൻഷൻ വേണമെങ്കിൽ സർവീസ് പെൻഷൻ എടുക്കാം, അല്ലെങ്കിൽ PSC 6 വർഷം ഇരുന്ന ശേഷമുള്ള പെൻഷൻ എടുക്കാം. എന്നാൽ മുൻപ് PSC അംഗങ്ങളായി വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ കുറവായിരുന്നു. പ്രത്യേകിച്ച് ഒരു 20 മുതൽ 30 വർഷം വരെ ഒരു ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്ത ശേഷം റിട്ടയർ ആവുന്നവർക്ക് ലഭിക്കുന്ന പെൻഷനേക്കാൾ കുറവായിരുന്നു PSC അംഗമായി വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ. എന്നാൽ അത് കാലാനുസരണം ഈ PSC അംഗങ്ങൾക്കുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു, സ്വാഭാവികമായി അതിൻ്റെ പെൻഷനും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ നേരത്തെ തിരഞ്ഞെടുത്ത സർവീസ് പെൻഷൻ, അതായത് സർക്കാർ ജീവനക്കാരായി ഇരുന്നപ്പോൾ തങ്ങൾ തിരഞ്ഞെടുത്ത ഈ സർവീസ് പെൻഷൻ ഒഴിവാക്കി പകരം PSC ജീവനക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ വേണമെന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുന്നത്. എന്നാൽ ആദ്യം ഈ അപേക്ഷ ധനവകുപ്പ് തള്ളുകയാണുണ്ടായത്. അതിനുശേഷമാണ് ഈ 3 അംഗങ്ങളും കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത്തരത്തിൽ ഇവരുടെ അപേക്ഷ പരിഗണിക്കാമെന്നുള്ള നിർദ്ദേശം സർക്കാരിന് നൽകുകയും മുൻപ് സമാനമായി ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ PSC അംഗമായി വിരമിക്കുകയും അദ്ദേഹത്തിന് സർക്കാർ സർവീസ് കൂടി കണക്കാക്കി PSC പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോടതിയുടെ ഈ ഓർമ്മിപ്പിക്കൽ കണക്കിലെടുത്ത് സർക്കാർ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരായി സർവീസിലെടുത്ത ശേഷം പിന്നീട് PSC മെമ്പർ ആവുന്നവർക്ക് സർക്കാർ സർവീസും അതിനുശേഷമുള്ള PSC സർവീസും കൂടി കണക്കാക്കി ഒന്നിച്ച് പെൻഷൻ നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സത്യത്തിൽ ഈ ഒരു 3 അംഗങ്ങൾ മാത്രമാണ് കോടതിയിൽ പോയത്. എന്തായാലും അതിനിശ്ചിതമായി ഈ കോടതിയിൽ പോയ അംഗങ്ങളെ KN ബാലഗോപാൽ വിമർശിക്കുകയാണ്. കാരണം ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ് എപ്പോഴും PSC അംഗം. സ്വാഭാവികമായി കോടതിയിൽ പോയ 3 പേരും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇടതുപക്ഷ അംഗങ്ങളായി PSC അംഗങ്ങളായി വന്നവരാണ്. ഒരാൾ തന്നെ CPMൻ്റെ മുതിർന്ന നേതാവിൻ്റെ മകൾ കൂടിയാണ്. എന്നിട്ട് ഇത്തരത്തിൽ അത്യാഗ്രഹത്തോടു കൂടി കോടതിയിൽ പോയി ഈ പെൻഷനെല്ലാം വാങ്ങുക, ഒപ്പം വലിയ ശമ്പളം കൈപ്പറ്റിയവരാണ്. ഇവർക്ക് വീണ്ടും ആർത്തിയോടുകൂടി ഈ തുക വേണമെന്ന് ആവശ്യപ്പെടുക ആ രീതിയൊന്നും ശരിയല്ല. എന്തായാലും കോടതി നിർദ്ദേശം തങ്ങൾ അനുകരിക്കുക മാത്രമാണ് ഉണ്ടായെന്നാണ് ധനമന്ത്രി 24നോട് പറഞ്ഞത്. SK. ഓക്കെ.